friends, welcome to Craft Wonders. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഡോർ പ്ലാന്റിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കൃഷിയിടം ഖത്തർ എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. അതായത് കൃഷിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് കൃഷിയിടം ഖത്തർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഒരുപാട് കൃഷിയെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് വിവരങ്ങളും ടിപ്സും കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാനൊരു പോസ്റ്റ് കണ്ടിരുന്നു. ഒരു സ്വപ്ന എന്ന് പറഞ്ഞിട്ടൊരു ആളിട്ടൊരു പോസ്റ്റാണ്. അതായത് ഈ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഈ വെള്ളത്തിൽ വെച്ച് ഒരു ഇൻഡോർ പ്ലാന്റ് ആക്കിയിട്ടുള്ളൊരു പോസ്റ്റാണ് ഞാൻ കണ്ടത്. അപ്പം ഞാനത് ആദ്യമായിട്ടാണ് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കണ്ടപ്പോൾ. ഞാൻ വെച്ച് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാനൊരു സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഒരു നല്ലൊരു ചെടിയായിട്ട് അത് വന്ന് നല്ല ഇൻഡോർ പ്ലാന്റ് ആയിട്ട് തന്നെ നമുക്കിത് വളർത്താവുന്നതാണ്. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അതാ ഞാനിവിടെ സ്വീറ്റ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കടൽ ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ വേരുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ വേര് വന്നു. അതുപോലെ തന്നെ ഇതുപോലെ മുളകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഏതെങ്കിലും ഒരു കുപ്പിയിൽ നിങ്ങൾക്കിത് ഇട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ചൊരു വലിയ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ഈ സ്വീറ്റ് പൊട്ടാറ്റോയിൽ തന്നെ പല കളറുകൾ സ്വീറ്റ് പൊട്ടാറ്റോ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു ഓറഞ്ച് കളറാണ്. ഇത് ശരിക്കും പുഴുങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഉൾഭാഗം ഒരു ഓറഞ്ച് കളറായിരിക്കും. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സ്വീറ്റ് പൊട്ടാറ്റോ ഒരു പിങ്ക് കളറാണ്. അതുപോലെ തന്നെ ഒരു ക്രീം കളറിലൊക്കെ കിട്ടും. ഇനി ഇതുപോലെ ഒരു കുപ്പി എടുത്തിട്ട് ഏത് കുപ്പിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു സാധാ പ്ലാസ്റ്റിക് കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ ഒരു ചെറിയ പീസ് ഈർക്കിളിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ 3 സൈഡിലായിട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഈർക്കിളി കുത്തിയേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് അത് ഉള്ളിലേക്ക് പോവാതിരിക്കാനാണ്. അതായത് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രം വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതിയോ. ബാക്കി ഭാഗങ്ങൾ നമ്മൾ പുറത്ത് ഇതുപോലെ വെക്കണം. അതുപോലെ തന്നെ നമുക്ക് 1-2 ആഴ്ച കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് ഇടയ്ക്കൊക്കെ 1-2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. പക്ഷെ അത് നിർബന്ധമില്ല. ഈ വെള്ളം തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ ഒരു ചെടി വെക്കാനായിട്ട്. അതിന് നമുക്ക് നന്നായി സൂര്യപ്രകാശം കിട്ടേണ്ടതാണ്. അപ്പോൾ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് വേണം നിങ്ങൾ വെക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ താരം. കണ്ടല്ലോ. അതായത് ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു കിഴങ്ങാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഈ ഒരു ചെടി ഉണ്ടായിട്ടുള്ളത്. ഇത് 2 ആഴ്ച കൊണ്ട് തന്നെ ഇത് നന്നായി ഇലയും ഇതിൻ്റെ തണ്ടൊക്കെ വന്ന് നല്ല ഭംഗിയായിരിക്കും. ഇത് നമുക്ക് പലതരത്തിൽ ഇത് ഉപയോഗിക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ വെള്ളത്തിൽ ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ മുള വന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് എടുത്തിട്ട് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇട്ട് വയ്ക്കാം. ഇതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ചെടി എടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിലോ ഗ്ലാസ്സിലോ ഒക്കെ നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ്. നമ്മളെ മണി പ്ലാന്റ് പോലെ തന്നെ. ഇനി നിങ്ങൾക്ക് മണ്ണിലാണ് ഇത് വളർത്തണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇട്ട് വെച്ച് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വേര് വരും. അപ്പോൾ നേരെ എടുത്ത് നമുക്ക് മണ്ണിലെടുത്ത് നടാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ബാൽക്കണിയിലൊക്കെ നിങ്ങൾക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ മണ്ണിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുപോലെ തന്നെ ഇത് ഹാങ് ചെയ്തിട്ട് കൊടുക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. ശരിക്കും നമ്മുടെ മണി പ്ലാന്റ് പോലെ തന്നെ നമുക്ക് മണ്ണിലും വളർത്താം, അതുപോലെ തന്നെ വെള്ളത്തിലും വളർത്താൻ പറ്റും. പക്ഷെ വെള്ളത്തിൽ വളർത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് സ്വീറ്റ് പൊട്ടാറ്റോസ് ഒന്നും കിട്ടില്ല. സ്വീറ്റ് പൊട്ടാറ്റോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ തന്നെ വളർത്തേണ്ടി വരും. ഇത് പക്ഷെ നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് മാത്രമേ ഇത് വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്താം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും കാണാം. ബൈ ബൈ.